അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇവിടെ വരുന്ന ആഴ്ചകളിൽ വരുന്ന ഓരോ വീടുകളിലും നമ്മൾ പോയി നോക്കുമ്പോൾ, ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും ഇസ്രായേലിനോട് 2-3 വീട് സന്ദർശിച്ചപ്പോൾ ഏതൊരാൾ വന്നാലും ആ വീട്ടിൽ നമ്മൾ പോയി നോക്കണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയാണ് ബോധ്യപ്പെട്ടതെന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ മനുഷ്യനും നമ്മളടുത്ത് ഇവിടെ വരുമ്പം പറയുന്ന ഒരു കാര്യങ്ങൾ മാത്രമല്ല, അവരെ വീട്ടിൽ ചെന്ന് നമ്മൾ കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് ഓരോ കുടുംബവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഒരു 10 മിനിറ്റ് നമ്മൾ അവരേറ്റൊന്ന് അവർ പറയുന്നത് നമ്മൾ കേൾക്കുമെന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർ തുറന്ന് സംസാരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഇസ്രായേലിനോടും ഇവിടെ രജിസ്റ്റർ ചെയ്ത ഒരു രോഗിൻ്റെ വീട്ടിൽ പോയി. അപ്പം അതിൽ ഇങ്ങനെ രജിസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലിന് പഴുപ്പ് വന്നിട്ട് രോഗി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ ചികിത്സയിലാണ്. ഒരുപാട് കാലം, ഒരു 10-35 വയസ്സായിട്ടുള്ള സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടെ വന്നത്. ആ സഹോദരക്ക് 25 വയസ്സായിട്ടുള്ളൂ. ഏകദേശം ഒരു 25 വർഷം മുന്നേ കാലിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ജോലിക്കൊക്കെ പോയി, വീണ്ടും കാലിന് വേദന വന്നു. അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കാലിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ് പഴുപ്പ് വരുന്നത്. ചെറുകാർ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു അത് ക്യാൻസർ അല്ല, ക്യാൻസറിൽ അല്ല എന്നുള്ള റിപ്പോർട്ടാണ് അതിൽ റിസൾട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആ സഹോദരൻ്റെ കാല് നമ്മളെ കയ്യിൻ്റെ വണ്ണമുള്ളൂ. കാരണം ആ രീതിയിൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം കോയമ്പത്തൂർ നിന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഒരാഴ്ചയിൽ 6000 റുപ്യേൻ്റെ മരുന്ന് വേണം. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഉമ്മപ്പം രോഗിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അവർ 2 ആഴ്ച മുന്നേ പത്രത്തിലൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹത്തിന് ഉമ്മാനും കൊണ്ട് ജ്യേഷ്ഠനും വേറെ ജ്യേഷ്ഠൻ്റെ മകനും കൂടിയും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സീറ്റ് എടുക്കാൻ മറന്നു. ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് അവർ 2 ആളും കൂടിയും ബൈക്കുമ്മൽ ഈ സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു. തിരിച്ചു പോകുമ്പോൾ ലോറി അടിച്ച് 2 ആളും ആ സ്പോട്ടിൽ മരിച്ചു. ഈ ജ്യേഷ്ഠനും മറ്റേ ജ്യേഷ്ഠൻ്റെ മകനെ ഇവരുടെ സംരക്ഷണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും ചെയ്തതിന് 2 ആൾക്കാരാണ് ആ കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ളത്. മാത്രമല്ല, ഈ മകന് കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാടായിട്ട് ഇപ്പോൾ ഉമ്മ ആദ്യ രോഗിയാണ്. ഇപ്പം പിന്നെ ഉമ്മ വളരെ പ്രയാസത്തിൽ മറ്റൊരു ജ്യേഷ്ഠൻ്റെ വീട്ടിലാണുള്ളത്. ഇയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തി ഇല്ലാതെ ആണ് പിന്നെ ഇപ്പം മുന്നോട്ട് പോകണത്. കാരണം കുറേ കാലം ഹോട്ടൽ ജോലി ഞാൻ ചെയ്തത്, വേറെ പണി അറിയില്ല. ഇനിയൊരു പണിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ആ സഹോദരനുള്ളത്. ഈ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ബിസ്മിനെ പറ്റി അറിഞ്ഞു ചോദിച്ചപ്പം മുമ്പ് നമ്മളെ ഓർഫൻ കെയറിലുള്ള അവർ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, എടക്കര ഭാഗത്തുള്ള ഒരു സഹോദരി, ഇപ്പോൾ അവരുടെ കുട്ടികളൊക്കെ വലുതായപ്പം ബിസ്മിക്ക് വരണില്ല. അവരാണ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞ് നിങ്ങളൊന്ന് ബിസ്മി പോയി വയ്ക്കുന്നു പറഞ്ഞു. സത്യത്തിൽ അടുത്ത വെള്ളിയാഴ്ച അവർക്ക് ഡോക്ടറെ കാണാൻ വീണ്ടും പോകണം. അതിന് വണ്ടി, ഏതെങ്കിലും വണ്ടി കുടുംബക്കാരത്തൊക്കെ ആരെങ്കിലും കൊടുത്താൽ അതിന് ഡീസൽ അടിച്ചു കൊടുക്കണം. മാത്രമല്ല, അടുത്ത കാലത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത ആകെ തമർന്നിട്ടുള്ള പക്ഷേ അവിടെ ചെന്നപ്പം കണ്ടത് ആ സഹോദരി, ആ വീട്ടിൽ ആ സഹോദരൻ്റെ ഉമ്മയുണ്ട്, ഇമ്മാൻ്റെ അമ്മയുണ്ട്, ഈ സഹോദരനുമുണ്ട്. 3 കുട്ടികളുള്ളത്. 2 പെൺകുട്ടികൾ, 1 ഡിഗ്രിക്ക് പഠിക്കണം, 1 അതിൻ്റെ താഴെ പഠിക്കണം. ചെറിയ കുട്ടിയാണ് ആൺകുട്ടി. ഒരു വരുമാനം ഇല്ല. മാത്രമല്ല, ജീവിതത്തിൽ ഒരാളെ മുന്നിൽ പോയിട്ട് ഒരു ആവശ്യം പറഞ്ഞ് ജീവിതത്തിൽ പരിചയമില്ല എന്നാണ്. പക്ഷെ വളരെ തൻ്റെയായിട്ട് ആ സഹോദരി ഈ ആൾക്കാരൊക്കെ മാനേജ് ചെയ്ത് പിന്നെ വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുക, നല്ല മൂപ്പർക്ക് സംസാരം പറ്റില്ല. കാരണം ഈ ജ്യേഷ്ഠൻ്റെയും മകനും മരണവും ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മുന്നിലുള്ള ഒരു മനുഷ്യൻ. മൂപ്പരെ പലപ്പോഴും കണ്ടൊരു പരിചയം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫുള്ള് റിസൾട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ തന്നെ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള നല്ലൊരു സംഖ്യ എടുത്തിട്ട് അവർ കൈ കൊടുത്തപ്പം ഈ 4 ആളും അത് വാങ്ങിയിട്ട് ആ സഹോദരനും ഭാര്യയും ഈ വല്യമ്മയും ഉമ്മയൊക്കെ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊന്നും അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാതിരിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ അഭിമാനികളാണ്, നമ്മളൊന്നും ഒരാളെ മുന്നിലേക്കും പോയിട്ടില്ല. പക്ഷേ ഏത് സമയത്താണ് അള്ളാഹു നമ്മളെ മറ്റുള്ളവരിലേക്ക് നമ്മളെ ഇറക്കി വിടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല എന്നുള്ളത്. നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതം മാറി മറിയണ
അവസ്ഥകളാണ്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനമായിട്ട് രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരം വന്ന് സമാധാനത്തിൽ ജീവിക്കുന്ന കുടുംബമാണ്. പക്ഷെ ഇന്ന് അവരെ എല്ലാ ഷെഡ്യൂളും മാറിക്കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം സമൂഹത്തിനോട് ചോദിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ മാതിരി നമ്മൾ ആ മോട്ടർ വെക്കാൻ പോയപ്പോഴുള്ളൊരു അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പം നമ്മളെ കൂടെ നിൽക്കേണ്ട ഒന്നാണ് നമ്മളെ സ്വന്തം കുടുംബം, മറ്റൊന്നാണ് അയൽവാസികൾ, മറ്റൊന്നാണ് മഹല്ല് സംവിധാനം. ഈ ഒരു സഹോദരനെ സംബന്ധിച്ച് അതൊന്നുമില്ല എന്നുള്ളതാണ്. ആ സഹോദരനോട് സംസാരിച്ചതും ആ സഹോദരി പറഞ്ഞത് ചെറുപ്പത്തിൽ ആ സഹോദരി പ്രായത്തിൽ ആ സമയത്ത് വാപ്പ മരിച്ചെന്നുള്ള അതൊരാങ്ങളല്ല, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. എല്ലാവരും പഠിച്ചത് യത്തീംഖാനയിലാണ്. 10ാം ക്ലാസ്സിൽ യത്തീംഖാനയിലെത്തിയ സമയത്ത് യത്തീംഖാനക്കാരുണ്ടാക്കിയ ഒരു കല്യാണമാണ് ഈ ബാംഗ്ലൂർക്കുള്ള കല്യാണം. അപ്പോൾ ആ സഹോദരിക്ക് ചെറുപ്പം മുതലേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ സഹോദരി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ആ ഒരു സഹോദരിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം മുന്നേ ഒരു കിണർ അവിടെ കുത്തിയിട്ടിട്ട് അതിൽ മോട്ടോർ വെക്കണം എന്നുള്ള ഒരു അവസ്ഥയിലില്ല. ആ സഹോദരി പറഞ്ഞ എൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഒരാണ് ആരുമില്ല. അതിനൊരു ആങ്ങളല്ല, ആങ്ങൾക്ക് മാനസികമാണ്. ഇമ്മ പറഞ്ഞാൽ ക്യാൻസർ രോഗിയാണ്, ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ട് ഒരു ഏട്ടത്തിൻ്റെ വീട്ടിലുള്ള ഈ തറവാട് വീട് എന്ന് പറഞ്ഞാൽ ആങ്ങളെ വീട്ടിൽ നിൽക്കില്ല, ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി നടക്കുക ചെയ്യുക. അങ്ങനെ ഇപ്പോൾ വീട് പൊളിഞ്ഞാടി തീരാനായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ വരുന്ന ഓരോ സഹോദരിമാരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരാളോടും ഒന്നും പങ്കുവെക്കാതെ ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു വാക്ക്, അതല്ലെങ്കിൽ നല്ലൊരു നോട്ടം, അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മളുടെ ഈ ഉത്ബോധനങ്ങൾ, ഇതിലൊക്കെയാണ് ഇവിടെ വരുന്ന ഓരോ സഹോദരിമാരും പിടിച്ചു നിൽക്കുന്നതാണ്. കാരണം മാനസികമായിട്ട് അവർ മാനസിക നില തെറ്റിപ്പോകാനുള്ള സാഹചര്യത്തിലാണ് ഓരോ സഹോദരിമാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളാണ് നമ്മളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെ വീട്ടിൽ പോയി നോക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഞാനും ബഷീറായും കൂടി ഇപ്പം മിഞ്ഞാന്ന് ഒരു ഓർഫൻ കുടുംബത്തിൻ്റെ വീട്ടിൽ പോയപ്പം ആ വീട്ടിലെ അവസ്ഥ പറഞ്ഞാൽ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. പെട്ടെന്നൊരു വയറുവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞോട് കൂടി ആ സാധാരണ പെട്ടെന്ന് BP കൂടി അപ്പം തന്നെ അറ്റാക്കായിട്ട് മരിച്ചു. 2.5 വയസ്സാണ് വലിയ കുട്ടിക്ക്, 1 വയസ്സായിട്ടുള്ളൂ. LKGയിലാണ് മറ്റേ കുട്ടി പഠിക്കുന്നത്. ഒരു കുട്ടി LKGയിൽ, മറ്റേ 2.5 വയസ്സ്. അത് മരണത്തോടു കൂടി അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ പേരിലുള്ള വല്യമ്മാൻ്റെ പേരിലാണ് വീട്, വാപ്പാൻ്റെ പേർക്ക് ആയിട്ടില്ല. വീടാണ് പൊളിഞ്ഞാടാനായിട്ട് ഒന്നായിട്ട് കോത്തിറക്കിയിട്ടുള്ള ഒരവസ്ഥ. ഈ വാപ്പയാണെങ്കിൽ ഷുഗർ അങ്ങേയറ്റത്തെത്തിയിട്ട് ഒരു പണിക്കും പോകാൻ വയ്യ, വല്ലാത്തൊരവസ്ഥയാണ്. അവിടെയാണ് നമ്മളെ ഈ ഒരു ചെറിയ സംവിധാനത്തിൻ്റെ പ്രസക്തിയും ഇത് നമ്മൾ നിർത്തി പോകേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുന്ന ഓരോ അവസരങ്ങൾ ഓരോ വീട്ടിൽ നമ്മൾ പോയി നോക്കുമ്പം എത്രത്തോളമാണ് ഇതിൻ്റെ ആവശ്യകത, ഏത് രീതിയിലാണ് നമ്മളിത് നിലത്തിക്കൊണ്ടുപോകേണ്ടത് എന്ന് ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. പക്ഷെ ഇത് പോയി നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓരോ വീടുകളിൽ നമ്മൾ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്ക് 1, 2, 3 പ്രശ്നങ്ങളൊന്നുമല്ല, അവർക്ക് ഇവിടെ വന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്, അതല്ലാത്ത ഏത് പ്രശ്നങ്ങൾ. അപ്പോൾ കുറേയൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മൾ അള്ളാഹിനെ അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അതാരോടും അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു അള്ള ഉണ്ട്, ഇങ്ങനെ അള്ളാഹ് നമ്മളെ സഹായിക്കുന്ന ഒരു അള്ള ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അർദ്ധരാത്രിയിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹിൻ്റെ മുന്നിൽ പോയി പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു അള്ളാഹിനെ നമ്മൾ അള്ളാഹിനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഉണ്ടാകുന്നൊരു സമാധാനം, അവരത് പ്രാവർത്തികമാക്കിയിട്ട് നമ്മളാ നമ്മളെ മുന്നിൽ അവർ പറഞ്ഞ അവസ്ഥകൾ അവർ നിവർത്തിച്ചിട്ടുള്ള ആ ഒരു അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം സാർമാരെ നമ്മൾ കുഞ്ഞുമനേരത്തെ പറഞ്ഞമായിട്ടുള്ള നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ഒരു മേഖല അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ നിലത്തിക്കൊണ്ടുപോകുന്ന ഈ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മളിതിനെ കാണേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അള്ളാഹു നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കും. 2, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കാനും. ഒന്നുമില്ലെങ്കിൽ ഒരു വാക്ക്, ഒരുപാട് ആൾക്കാർ അധികം ആൾക്കാരും ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് അവർക്ക് ഇവിടുന്ന് കിട്ടുക എന്നുള്ളതല്ല, അവർക്ക് സമാധാനം, മനുഷ്യന് സമാധാനം എന്നുള്ള കിട്ടാക്കനിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഓരോ കുടുംബം ഇവിടെ കയറി വരുന്നതെന്നല്ല. അത് ഓർഫനായാലും രോഗികളായാലും ആരായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. മറ്റൊരു വീട്ടിൽ ഇന്നലെ പോയത് ഒരു ക്യാൻസർ രോഗിയാണ്.
അദ്ദേഹം താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ചെറിയ കുട്ടികളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ വന്നത്. ഒരു വീട്ടിൻ്റെ അപ്സ്റ്റെയറിലാണ് താമസിക്കുന്നത്. അയാൾ വീട്ടിൻ്റെ ഒരു കോട്ടേഴ്സ് തന്നെ, വീട് കോട്ടേഴ്സ് ആക്കിയതാണ്. അതിന് മുന്നിൽ നിന്നൊരു കോണി വെച്ചിട്ടുണ്ട്. ആ കോണി കയറിയിട്ട് വേണം ഈ രോഗിയായിട്ടുള്ള അയാൾ ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ ഈ വീട്ടിൽ പറഞ്ഞാൽ ഇയാൾ വാടക നോക്കണം, കുട്ടികളെ വിദ്യാഭ്യാസം, മരുന്ന്, ഭക്ഷണം എല്ലാം ഈ ഒരു മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് അയാൾ രോഗിയാണ്. മറ്റുള്ളവർക്ക് നമ്മളെ സ്വന്തം ആരോഗ്യം, നമ്മളെ സമയവും നമ്മളെ സമ്പത്തും ഒക്കെ ആ രീതിയിൽ പിശുക്കില്ലാത്ത രീതിയിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ റബ്ബേ. പടച്ചോനെ, മരണം വരെ ഈ മാർഗത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാനും ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ മേഖലകളിലുള്ള വിഷയങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കാൻ റബ്ബേ. പടച്ചോനെ, പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരുപാട് ആൾക്കാരെ ലിസ്റ്റുകളൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ അവർക്കൊക്കെ വിഭവങ്ങൾ എത്തിക്കാനുള്ള ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉള്ള താക്കത്ത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന റബ്ബേ. പടച്ചോനെ, ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അത് നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുന്ന റബ്ബേ. അല്ലാഹുവേ, ഇതിനെതിരെ വരുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റി നല്ല രീതിയിൽ ഇത് നടത്തിക്കൊണ്ടാനുള്ള ഒരു സന്മനസ്സും അതിനുള്ള സാഹചര്യങ്ങളും ഞങ്ങൾക്കിനി ഒരുക്കി തന്ന് അനുഗ്രഹിക്കുന്ന റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.